നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16 മുതൽ മീനമാസം 22 വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2 ചന്ദ്രൻ കേതു, അഷ്ടമത്തിൽ ചൊവ്വ ബുധൻ രാഹു, 9ാം ഭാവത്തിൽ സൂര്യൻ ശനി, 10ാം ഭാവത്തിൽ ശുക്രൻ, 12ാം ഭാവത്തിൽ വ്യാഴം. ഇവിടെ ധർമ്മദൈവ പ്രീതി ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്. ധർമ്മദൈവ പതിയായ ഗ്രഹം 9ാം ഭാവാധിപനായ വ്യാഴം 12 നിൽക്കുന്നു. അതിനാൽ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബത്തിനോട് താല്പര്യം കുറയുന്ന സമയമാണ്. 2 ചന്ദ്രനാണ്. കുടുംബേ രതി ജായതേ തസ്യ തുച്ഛ വശം ദർശനെ യാതി ദേവാംഗനാവി. ദേവസ്ത്രീകൾ തൻ്റെ അടുത്ത് വരും. പലപ്പോഴും ഈ കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് 10ാം ഭാവത്തിൽ ശുക്രനാണ്. വെറുതെ പൊങ്ങച്ചം ഒക്കെ കാണിച്ചുകൊണ്ട് ധാരാളം കാശ് നഷ്ടപ്പെടുക, തൻ്റെ പ്രിയപ്പെട്ട ഗേൾ ഫ്രണ്ട്സിനൊക്കെ വളരെ വില കൂടിയ സാരികളോ ബാഗുകളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് കടപ്പെട്ടു പോകുന്ന സമയമാണ്. അനാവശ്യമായ സൗന്ദര്യഭ്രമത്തിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ ശ്രദ്ധിക്കണം. ശുക്രൻ ഭൗതിക സുഖ ഗ്രഹമാണ്, മെറ്റീരിയലിസ്റ്റാണ്. അത് 10ൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ സൂചിപ്പിച്ച് വിലയേറിയ ആഭരണങ്ങൾ കൊടുക്കുക, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ധനം ധാരാളം കൊടുക്കുക. എന്നിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണെന്ന് അറിയുക. സഹോദരങ്ങളും സഹായികളും തന്നെ ശത്രുക്കളാവുന്ന വാരമാണ്. കാരണം ഇവിടെ സഹോദരപതിയായ ബുധൻ നിൽക്കുന്നത് 8ലാണ്, സഹോദരകാരകനായ ചൊവ്വയും നിൽക്കുന്നത് 8ലാണ്. കർമ്മമേഖലയിൽ പലപ്പോഴും സ്ത്രീകൾ കാരണം ഉപദ്രവങ്ങൾ വരുന്ന സമയമാണ്. ഒരു ജോലി മാറി മറ്റൊരു ജോലിയിലേക്കൊക്കെ മാറാം. കാരണം കർമ്മപതിയായ ഗ്രഹം അഷ്ടമത്തിൽ വളരെ ദുർബലമായി നിൽക്കുന്നുണ്ട്. പക്ഷേ 9ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ക്രിയാതുങ്കതാം, തൻ്റെ ജോലിയിൽ വളരെയധികം ഉയർന്നൊരു പൊസിഷനിലെത്തുമെന്നൊരു ഫലമുണ്ട്. പക്ഷേ ജോലി നഷ്ടപ്പെടാതെ നോക്കണം കർക്കിടക രാശിക്കാർ. ഇപ്പോൾ വ്യാഴം വളരെ ദുർബലമായി 12ൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ ജൂൺ 1 മുതൽ ജന്മവ്യാഴവുമാണ് വരുന്നത്. അതിനാൽ ജോലി വിഷയത്തിലൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ അനുകൂലമായ അവസരമുണ്ടെങ്കിൽ മാത്രം മറുകണ്ഠം ചാടാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ കൈവശമുള്ളത് നഷ്ടപ്പെടുന്ന ഒരു സമയമാണെന്നും കൂടെ അറിയണം. നിർബന്ധമായും ഇവിടെ സഹോദര വിഷയം ശ്രദ്ധിക്കണം. സഹോദരങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും. 9ൽ സൂര്യനാണ്. തപ്യതേ സോദരേണ, സഹോദരനാൽ തനിക്ക് പ്രയാസമുണ്ടാകും. ഭൂമി വിവാദവും സംഭവിക്കും. ഭൂമി കാരകനായ ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ചതിവ് വരാതെ നോക്കുക. രേഖയിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് മാത്രം സഹോദരങ്ങളുമായി ഇടപെടുക. ചില ബ്രോക്കർമാർ തന്നെ പറ്റിച്ച് തന്നെ ചതിക്കാനൊക്കെ ശ്രമിക്കുന്ന വാരമാണിതെന്ന് അറിയുക. നന്ദി, നമസ്തേ.